നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചക്കിടെ ഇറാനും യുഎസും പരസ്പരമുള്ള ആക്രമണങ്ങൾക്ക് ഇടവേള നൽകിയതിന്റെ ആശ്വാസത്തിലാണ് പശ്ചിമേഷ്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റം കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ. സമവായമായില്ല എങ്കിൽ ഇസ്രായേലുമായി ചേർന്ന് വലിയ സൈനിക നീക്കത്തിനാണ് ട്രംപ് മുന്നൊരുക്കം നടത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനു മുന്നോടിയായി ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി യുഎസിൽ വെച്ച് ഉടനെ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുന്ന നീക്കങ്ങളുമായി യമനിലെ ഹൂതികളും യുദ്ധരംഗത്താണ്. ചെങ്കടലിൽ സൗദി കപ്പലുകൾക്കു നേരെ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ കരയിലേക്കും പോർമുഖം തുറന്നു ഹൂതികൾ. വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 മുകളിലെത്തുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കടുത്ത ആശങ്കയിലായി ലോകം. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം 40ലേറെ പ്രാവശ്യമെങ്കിലും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടാകും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന്. അതെല്ലാം ട്രംപിന്റെ സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ് അവഗണിക്കുകയായിരുന്നു ഇറാനെ പൂർണ്ണമായി കീഴടക്കിയെന്നും അവരെ കൊണ്ട് നിരുപാധിക കീഴടങ്ങളിൽ ഒപ്പുവെപ്പിച്ചുവെന്നും പറഞ്ഞ ട്രംപ് അവരെ എങ്ങനെയെങ്കിലും ഒരു കരാറിൽ കൊണ്ടെത്തിക്കാൻ പെടാപ്പാട് വിടുകയാണ്. സമാധാന ഭേദദണ്ഡ നയങ്ങളെല്ലാം പുറത്തെടുത്തിട്ടും അതിനെല്ലാം ഓലപ്പാമ്പിന്റെ വില പോലും ഇറാൻ നൽകുന്നുമില്ല. മാത്രവുമല്ല, മുമ്പാരും പ്രതീക്ഷിക്കാത്ത ദിശകളിലേക്ക് സംഘർഷം പടരുകയുമാണ്. യുഎസ് എത്രത്തോളം ആക്രമിക്കുന്നുവോ അത്രത്തോളം ദുരിതമനുഭവിക്കുക ഗൾഫ് രാജ്യങ്ങളായിരിക്കുമെന്ന ഇറാന്റെ ഭീഷണി മേഖലയാകെ തീകോരിയിടുകയാണ്. ഇടക്കാല സമാധാന കരാർ തകർന്നതോടെ ഈ മാസം 12 മുതൽ മേഖലയിൽ ആക്രമണം തുടർക്കഥയാണ്. രാത്രിയുടെ മറവിൽ തെക്കൻ ഇറാനിൽ മണിക്കൂറുകളോളം അമേരിക്കയുടെ കനത്ത ബോംബിംഗ് ആണ്. പകരത്തിന് പകരമായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സേനാ കേന്ദ്രം ലക്ഷ്യമാക്കി ഇറാൻ പ്രത്യാക്രമണം നടത്തി. യുഎസിന്റെ ഏറ്റവും കൂടുതൽ സൈനിക സന്നാഹമുള്ള കുവൈറ്റാണ് പ്രധാന ഇരയായി മാറുന്നത്. അടുത്തിടെ 3 സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ ജോർദാനിൽ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് യുഎസ് പറയുമ്പോൾ അത് കള്ളക്കണക്കാണെന്നും 100ലേറെ സൈനികർ കൊല്ലപ്പെട്ടുവെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ പുതിയൊരു സൈനിക നീക്കത്തെക്കുറിച്ച് താൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും അതുണ്ടായാൽ മുൻപ് നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ കനത്തതായിരിക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. പിന്നീട് അതും മാറ്റി പറഞ്ഞു ട്രംപ്. ആക്രമണങ്ങൾക്ക് ഇപ്പോൾ 2 ദിവസത്തെ ഇടവേള നൽകിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ്. ആക്രമണം നിർത്തിവെച്ചത് താൽക്കാലികമാണോ അതോ യുഎസ് നയത്തിൽ കാതലായ മാറ്റം വന്നോ എന്നതിനെക്കുറിച്ച് നിരീക്ഷകർക്കും വ്യക്തതയില്ല. കൂടുതൽ ശക്തിയോടെ തിരിച്ചടിക്കാനാണ് ട്രംപ് ഇടവേള എടുത്തതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ. യുഎസുമായി ചേർന്ന് ഇസ്രായേൽ വലിയ സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണെന്നും സമവായത്തിന് കൂടുതൽ സമയം നൽകാനാണ് 2 ദിവസം ആക്രമണത്തിന് അവധി കൊടുത്തതെന്നും പറയപ്പെടുന്നു. ആക്രമണത്തിന് മുന്നോടിയായി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന കരാർ അംഗീകരിച്ച് വീണ്ടും വെടിനിർത്തലിന് ട്രംപ് പ്രാധാന്യം കൊടുക്കുമെന്നും വാർത്തയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകരാജ്യങ്ങൾക്ക് സമാധാനിക്കാം. ക്രൂഡ് ഓയിൽ വിലയിലും ഓഹരി വിപണിയിലും അത് ആശ്വാസമാകാം. സമവായങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി മാതൃകയിൽ സംയുക്ത സൈനിക നടപടിയായിരിക്കും ഇറാനുമേൽ ട്രംപ് ചൊരിയുന്നത്. യുദ്ധം വീണ്ടും ശക്തമായാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. സർവകാല റെക്കോർഡായ 148 കടക്കുമെന്ന ഞെട്ടിക്കുന്ന പ്രവചനവുമുണ്ട്. അതേസമയം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാതെ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ അവസരം നൽകാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായി ആക്സിയോസ് പോലുള്ള ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനുമായി ഒരു ധാരണയിൽ എത്തുന്നതാണ് ബുദ്ധിപരമായ തന്ത്രമെന്ന് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് യുഎസ് താൽക്കാലികമായി പിന്മാറുന്നതിനു പിന്നിൽ വ്യോമസേനയുടെ പ്രതിരോധ മിസൈൽ ശേഖരണത്തിലുണ്ടായ വൻ കുറവാണ് കാരണമെന്നും പറയപ്പെടുന്നു. ഇനിയും ആക്രമണം തുടരുന്ന പക്ഷം മേഖലയിൽ യുഎസ് പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം തീരുമെന്ന് മുതിർന്ന ഉപദേഷ്ടാക്കൾ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണത്രേ താൽക്കാലിക വിരാമം. ഇറാനെതിരെ സൈനിക നടപടിക്ക് യുഎസ് ഇപ്പോഴും പ്രാപ്തരാണെങ്കിലും പ്രതിരോധ മിസൈലുകളിൽ വൻ കുറവുണ്ടാക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, ദീർഘകാല പോരാട്ടം വൻ സാമ്പത്തിക നഷ്ടത്തിനും പ്രതിരോധ മിസൈൽ ശേഖരത്തിലെ കുറവിനും വഴിയൊരുക്കുമെന്ന ഉപദേശവും ട്രംപിന് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ ഏറ്റവും ഒടുവിൽ ആളിക്കത്തിച്ചത് ഇറാന്റെ സഖ്യകക്ഷിയായ യമനിലെ ഹൂതികളാണ്. സൗദിയുടെ 2 എണ്ണ ടാങ്കറുകളെ ആക്രമിച്ചതായി അവർ തന്നെ അറിയിച്ചു. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ഹൂതി ആക്രമണത്തിനും ഇറാനെ ഉത്തരവാദിയായി കണക്കാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂതികൾ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയുമായി പോയ സൗദിയുടെ 5 എണ്ണ ടാങ്കറുകൾ വഴിതിരിച്ചുവിട്ടു.
യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമൂസിലും ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിലും ഒരേ സമയം ഭീഷണി ഉയരുന്നത് ഇതാദ്യമായാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 എണ്ണക്കടത്ത് പാതകളും ഭീഷണിയിലായതോടെ കപ്പലുകൾക്ക് മറ്റു വഴിയില്ലാത്ത അവസ്ഥയായി. ഈ അവസ്ഥ തുടർന്നാൽ വളരെ താമസിക്കാതെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തിലെ 1ാമത്തെ സൈനിക ശക്തിയായ അമേരിക്കയും ഇസ്രായേലും മാസങ്ങളോളം ആക്രമിച്ചിട്ടും ഇറാൻ എങ്ങനെ പൊരുതി നിൽക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നത്. ഇറാന്റെ ചെറുത്തുനിൽപ്പിന് പിന്നിൽ റഷ്യയും ചൈനയുമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആരോപണം. റഷ്യയോ ചൈനയോ യുദ്ധക്കളത്തിൽ ഇറാനെ നേരിട്ട് സഹായിച്ചതിന് തെളിവുകളൊന്നുമില്ല. എന്നാൽ രഹസ്യ വിവരങ്ങളും ഉപഗ്രഹ സഹായവും നൽകിയെന്ന ആരോപണം ശക്തമാണ്. ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിലെ കൃത്യത വിമർശകർ ഉദാഹരിക്കുന്നു. പ്രത്യേകിച്ച് ജോർദാനിൽ നടന്ന ആക്രമണത്തിന്റെ കൃത്യത തന്നെ. ഇറാനുമായുള്ള ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കില്ലെന്ന് വിശ്വസിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ലംഘിച്ചാൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിലെ സ്ഥിതി എന്താകുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ഇറാനെതിരെയുള്ള യുദ്ധച്ചെലവ് കുത്തനെ ഉയരുന്നതിൽ അമേരിക്കൻ കോൺഗ്രസിലും പൊതുസമൂഹത്തിലും ട്രംപ് ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനം ശക്തമായിരിക്കുന്നു. യുദ്ധത്തിനായി ഇതുവരെ $37.5 ബില്യൺ ചെലവ് വന്നുവെന്നും തുടർ നടപടികൾക്കായി $87 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്നും പെന്റഗൺ ആവശ്യപ്പെട്ടതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ശേഷിക്കെ യുദ്ധച്ചെലവിലുണ്ടായ ഭീമമായ വർധന ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇറാനിലേത് അവസാനമില്ലാത്ത യുദ്ധമായി മാറുന്നതിനെതിരെ കടുത്ത വിമർശനവുമായി ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ രംഗത്തെത്തി. ഇറാനുമായി ഏറ്റുമുട്ടാൻ പോയ അമേരിക്ക കുത്തുപാളയെടുക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ഇതുവരെ യുഎസിന് ചെലവായതാകട്ടെ ഭീമൻ തുക. യുദ്ധച്ചെലവ് ഏകദേശം 3.1 ലക്ഷം കോടി രൂപയ്ക്കപ്പുറം കടന്നിരിക്കുന്നു. യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് തന്നെയാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത്. പ്രതിരോധ വകുപ്പിന് $67 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സെനറ്റ് അപ്രോപ്രിയേഷൻ കമ്മിറ്റി യോഗത്തിലാണ് വെളിപ്പെടുത്തൽ. സെപ്റ്റംബർ അവസാനം വരെയുള്ള ഇറാൻ യുദ്ധത്തിനുള്ള പ്രതിരോധ വകുപ്പിന്റെ ചെലവുകൾക്കായി ഈ ധനസഹായം അടിയന്തരവും അനിവാര്യവുമാണെന്ന് ഹെക്സത്തും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ ഡെമോക്രാറ്റിക് അംഗം ജീൻ ഷഹീനെ പോലെയുള്ള ചില സെനറ്റർമാർ അതിനെ എതിർത്തു. പെന്റഗണിന്റെ പക്കലുള്ള $75 ബില്യൺ ചെലവഴിക്കാതെ അമേരിക്കൻ ജനത പിന്തുണയ്ക്കാത്ത ഒരു യുദ്ധത്തിന് ചെലവെന്തിനടിച്ചേൽപ്പിക്കണമെന്നാണ് ജീൻ ഷഹീൻ സെനറ്റിൽ ചോദിച്ചത്. ചെലവഴിക്കാത്ത പണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റ് മുൻഗണനകളായ ഗോൾഡൻ ഡോം ഫോർ അമേരിക്ക, ഹൈപ്പർസോണിക്സ്, മറ്റ് ആയുധങ്ങൾ എന്നിവയ്ക്കായി നീക്കിവെച്ചിരുന്നുവെന്നാണ് സെനറ്റിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് പ്രതിരോധ മന്ത്രി ഹെക്സത്ത് നൽകിയ മറുപടി. അതേസമയം മധ്യേഷ്യയിലെ യുദ്ധം ജയിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കണമെന്ന് സെനറ്റർമാർ ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ ഉത്തരം യുഎസ് പ്രതിരോധ സെക്രട്ടറി നൽകിയില്ല. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിന് 6 മാസം ശേഷിക്കെ യുദ്ധച്ചെലവിലുണ്ടായ ഭീമമായ വർധന ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്നില്ല എന്ന സർവേ റിപ്പോർട്ടുകൾ വന്നതിനിടയിലാണ് യുദ്ധച്ചെലവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ 30 വരെയുള്ള യുദ്ധച്ചെലവാണ് 3.1 ലക്ഷം കോടി രൂപ. യുദ്ധം തുടങ്ങിയ ആദ്യ 6 ദിവസങ്ങളിൽ മാത്രം $11.3 ബില്യൺ അമേരിക്ക ചെലവിട്ടത്. കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധാവശ്യങ്ങൾക്കായി $90 ബില്യൺ അധിക ധനസഹായം നിയമനിർമ്മാണ സഭയായ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ധനസഹായം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സൈനിക പരിശീലനം അടക്കം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും ഹെക്സത്ത് പറഞ്ഞു. അമേരിക്കൻ സൈന്യം ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിന്മാറിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് കൃത്യമായ മറുപടി വേണമെന്നും സെനറ്റിൽ നടന്ന ചർച്ചയിൽ ആവശ്യമുയർന്നു. എന്നാൽ ഇതിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നികുതിയോ ഫീസോ ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഹെക്സത്തോ ജനറൽ കെയ്നോ കൃത്യമായ മറുപടി നൽകിയില്ല. ഇറാൻ സംഘർഷത്തിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകളും യുഎസ് സൈനികരുടെ മരണവും ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രൂക്ഷ വിമർശനം നടത്തി. ഇതൊരവസാനമില്ലാത്ത യുദ്ധമായി മാറുന്നതായി അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിനുള്ളിൽ നിർണായക വിജയം നേടി. $1.15 ട്രില്യൺ വമ്പൻ പ്രതിരോധ ചെലവ് ബില്ലിന് അമേരിക്കൻ പ്രതിനിധി സഭ അംഗീകാരം നൽകി. 2027 നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് എന്ന് പേരിട്ട ബിൽ
216-ന് 212 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് പാസ്സായത്. ഈ ബില്ലിൽ സൈനികർക്ക് 5.7% ശമ്പള വർധനയാണ് നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് $250 ബില്യൺ അധിക വർധനവാണ് പ്രതിരോധ മേഖലയ്ക്കായി ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോമിന് സമാനമായി ട്രംപ് വിഭാവനം ചെയ്ത ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനും അമേരിക്കയുടെ ആണവായുധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി കൂടിയാകും ഈ ബിൽ പ്രകാരം ലഭിക്കുന്ന തുക വിനിയോഗിക്കുക. ഇറാനെതിരെയുള്ള സൈനിക നീക്കം കാരണം കുറഞ്ഞുവന്ന ആയുധ ശേഖരം പുനഃസ്ഥാപിക്കാൻ ഈ ഫണ്ട് അനിവാര്യമാണെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വാദിക്കുന്നു. എന്നാൽ ഡെമോക്രാറ്റുകൾ ഈ ബില്ലിനെ ശക്തമായി എതിർത്തു. നിയമവിരുദ്ധമായ യുദ്ധത്തിന് പണം നൽകുന്ന ബില്ലാണിതെന്നും സൈനിക ചെലവുകൾ നിയന്ത്രണാതീതമാണെന്നും ഡെമോക്രാറ്റുകൾ വാദിച്ചു. ഇസ്രായേലുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്ന വ്യവസ്ഥയും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. പ്രതിനിധി സഭയിൽ വിജയിച്ചെങ്കിലും വിയോജിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ സെനറ്റിൽ ബില്ലിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അതിനിടെ ഇറാനെതിരെയുള്ള അമേരിക്കൻ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുന്ന പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കി. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിലാണ് ട്രംപിന് തിരിച്ചടിയായി വാർ പവേഴ്സ് പ്രമേയം പാസായത്. 208-നെതിരെ 214 വോട്ടുകൾക്കാണ് പ്രമേയം സഭയിൽ വിജയിച്ചത്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 ജനപ്രതിനിധികൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ട്രംപ് ഭരണകൂടത്തിന് തിരിച്ചടിയായി. വാഷിംഗ്ടണിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധിയായ പ്രമീള ജയപാൽ അവതരിപ്പിച്ച പ്രമേയമാണ് സഭയിൽ പാസ്സായത്. US കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള US സേനയുടെ എല്ലാവിധ യുദ്ധസമാന നടപടികളും ട്രംപ് അവസാനിപ്പിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. റിപ്പബ്ലിക്കൻ അംഗങ്ങളായ ടോം ബാരറ്റ്, ബ്രയാൻ ഹിറ്റ്സ്പാട്രിക്, വാറൻ ഡേവിഡ്സൺ, തോമസ് മാസി എന്നിവരാണ് സ്വന്തം പാർട്ടിയുടെ നിലപാട് തള്ളി പ്രമേയത്തെ അനുകൂലിച്ചത്. US സെനറ്റിലും സമാനമായ പ്രമേയത്തിൽ ഉടൻ വോട്ടെടുപ്പ് നടക്കും. ജനപ്രതിനിധി സഭയിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. ഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. ആഭ്യന്തര സംഘർഷം പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുമ്പോഴാണ് കരകയറാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി കൂടി വരിഞ്ഞുമുറുക്കുന്നത്. കടം വാങ്ങിച്ച് കടം വീട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ആ വഴിയല്ലാതെ മറ്റൊരു മാർഗവും ഈ പ്രതിസന്ധി ഘട്ടത്തിലുമില്ല. ഈ സാഹചര്യത്തിൽ ഇറാൻ US സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചതിന് പ്രതിഫലമായി പാകിസ്ഥാൻ അമേരിക്കയോട് 10,000 കോടി രൂപ സഹായധനമായി ചോദിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ. ഡൊണാൾഡ് ട്രംപ് കനിഞ്ഞാൽ പാക് രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ ഇടിയുന്നത് തടയാനും വായ്പകൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. വായ്പയും പലിശയും തിരിച്ചടയ്ക്കാൻ പുതിയ കടങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനെ വലിയൊരു കടക്കെണിയിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ സ്ഥാനത്ത് പാകിസ്ഥാൻ എത്തിയപ്പോൾ ചിലരെങ്കിലും ചിരിച്ചുപോയിട്ടുണ്ടാവും. സ്വന്തം രാജ്യം പരിഹരിക്കാനാകാത്ത പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പോകുന്നതിലെ ഔചിത്യക്കേടാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. പാകിസ്ഥാന്റെ 4 പ്രവിശ്യകളിലും സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ ഭീകരാക്രമണമില്ലാത്ത ഒരു ദിനവും ഇല്ലാതെ രാജ്യം കടന്നുപോകുന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടക്കുന്ന 2ാമത്തെ രാജ്യമെന്ന പേരുദോഷം എത്രയോ വർഷങ്ങളായി പാകിസ്ഥാൻ സ്വന്തമാക്കി വച്ചിരിക്കുന്നു. ഇതിനിടെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് അത്യന്തം വഷളായ പാകിസ്ഥാൻ മുമ്പെങ്ങുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ചുഴിയിൽ അകപ്പെട്ട് ചക്രശ്വാസം വലിക്കുന്നത്. കടം വാങ്ങിച്ച് കടം വീട്ടുന്ന പാകിസ്ഥാൻ വായ്പാ ആശ്വാസത്തിനായി പഴയ പോലെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ US-ഉമായുള്ള നയതന്ത്ര ബന്ധം ശക്തമായ സാഹചര്യത്തിൽ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയുമായി പാകിസ്ഥാൻ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ അടുത്താണ്. തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ കരകയറ്റാൻ ഇനി അമേരിക്കയല്ലാതെ മറ്റാരുമില്ല എന്ന നിലയിലാണ് പാക് സർക്കാർ. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിച്ച് മുടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ അവരുടെ വിദേശ നാണ്യശേഖരത്തിന് കരുത്തേകുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും അമേരിക്കയോട് വായ്പ ചോദിച്ചത് $1,000 കോടി എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 9,650 കോടി രൂപയുടെ അടിയന്തര എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റി സഹായമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 വർഷത്തെ കാലാവധിയുള്ള ഈ സഹായത്തിനായി പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ സമീപിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സഹായം തേടിയെന്ന വാർത്ത പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിന് വേണ്ടി US ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ പദ്ധതി.
സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന രാജ്യങ്ങൾക്ക് നൽകുന്ന താൽക്കാലികമായ സഹായമാണത്. US ട്രഷറി വകുപ്പ് വളരെ വിരളമായി മാത്രമേ ഇത്തരം വായ്പ അനുവദിക്കാറുള്ളൂ. ഡോളറും കറൻസിയും പിടിച്ചു നിർത്താനുള്ള ഗ്യാരണ്ടികൾ നൽകിയാണ് വായ്പാ പദ്ധതി നടപ്പാക്കുന്നത്. 2025 അർജന്റീനയ്ക്കും 2022 യുറുഗ്വായ്ക്കും സമാനമായ സൗകര്യം അനുവദിച്ചിരുന്നു. സഹായം അനുവദിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം വിദേശ നാണ്യ ശേഖരത്തിലുണ്ടാകുന്ന കുറവ് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. US-നോട് ആവശ്യപ്പെട്ട തുക ലഭിക്കുകയാണെങ്കിൽ നിലവിലെ രൂപയുടെ മൂല്യത്തകർച്ച തടയാനും വിദേശ നാണ്യശേഖരം ഉയർത്താനും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പാകിസ്ഥാന് സാധിക്കും. നിലവിൽ $700 കോടി IMF പദ്ധതിയുടെ ഭാഗമായി കടുത്ത നികുതി വർധനവും സാമ്പത്തിക നിയന്ത്രണങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. രാജ്യാന്തര നാണയനിധി അടക്കമുള്ളവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പാകിസ്ഥാൻ നിത്യച്ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ കുറവുണ്ടായതും പാക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നേരത്തെ ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളെയും നിക്ഷേപങ്ങളെയുമാണ് വിദേശ നാണ്യ ശേഖരത്തിനായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള മടങ്ങിവരവും നിക്ഷേപകർക്കിടയിൽ വിശ്വാസ്യത ഉറപ്പാക്കലുമാണ് പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി US-മായി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപങ്ങളും ധനസഹായവും ഉറപ്പാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ട്രംപ് കുടുംബത്തിന്റെ പ്രധാന ക്രിപ്റ്റോ ബിസിനസ്സായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി സഹകരിച്ച് അതിരുവിട്ടുള്ള പണമിടപാടുകൾക്കായി കരാർ ഒപ്പിടുകയും ചെയ്തു. ന്യൂയോർക്കിലെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള റോസ്വെൽറ്റ് ഹോട്ടൽ പുനർവികസിപ്പിക്കുന്നതിന് അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2023 വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് രാജ്യാന്തര നാണയനിധി $300 കോടി സഹായം അനുവദിച്ചിരുന്നു. പിന്നീട് ഇത് $700 കോടി ഉയർത്തി. കാലാവസ്ഥാ മാറ്റം, പ്രകൃതി ദുരന്തം എന്നിവ നേരിടുന്നതിനായി $130 കോടി പ്രത്യേകമായും അനുവദിച്ചു. എന്നാൽ ഇതുകൊണ്ടും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ $350 കോടി വായ്പ പാകിസ്ഥാൻ UAEക്ക് തിരിച്ചടച്ചിരുന്നു. അതാകട്ടെ സൗദി അറേബ്യ നൽകിയ $300 കോടി സാമ്പത്തിക സഹായം ഉപയോഗിച്ചായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തങ്ങളുടെ ആകെ വിദേശ ധനസഹായ വരവ് $27 കോടി കടന്നതായി പാകിസ്ഥാൻ സാമ്പത്തിക മന്ത്രാലയം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സൗദി അറേബ്യ, ചൈന തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളറിന്റെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയപരിധി അനുവദിച്ചതിലൂടെ പാകിസ്ഥാന് താൽക്കാലിക ആശ്വാസമായി. ഒരു വർഷത്തിനിടെ സൗദി അറേബ്യയും ചൈനയും ചേർന്ന് $900 കോടി തിരിച്ചടവിനാണ് കാലാവധി നീട്ടി നൽകിയത്. മുൻ വർഷത്തിലും ഏകദേശം $26 കോടി വിദേശകടം വാങ്ങിയാണ് പാക് സർക്കാർ അവരുടെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ചൈനയാകട്ടെ 6% ഉയർന്ന പലിശ നിരക്കിൽ $400 കോടി പണനിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വൻ തുക പലിശ നൽകുന്നത് പാകിസ്ഥാന്റെ ഭാവി സാമ്പത്തിക ഭദ്രതയെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ലഭിച്ച വിദേശ സഹായത്തിന്റെ ഭൂരിപക്ഷവും രാജ്യത്തിന്റെ ബജറ്റ് ആവശ്യങ്ങൾക്കും പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാനും വിദേശ നാണ്യശേഖരം നിലനിർത്താനുമാണ് ഉപയോഗിച്ചത്. ആകെ കിട്ടിയ തുകയുടെ കേവലം 13% മാത്രമാണ് വികസന പദ്ധതികൾക്കായി മാറ്റിവെക്കാൻ സാധിച്ചത്. രാജ്യത്തെ ഉൽപാദന മേഖല തകരുകയും കയറ്റുമതിയിൽ 6% കുറവുണ്ടാവുകയും ചെയ്തത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള വായ്പകൾ ലഭിച്ചില്ല എങ്കിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന അവസ്ഥയിലാണ്. വികസന പദ്ധതികൾക്ക് പണം വിനിയോഗിക്കാൻ സാധിക്കാതെ കേവലം പലിശയും വായ്പയും തിരിച്ചടയ്ക്കാൻ പുതിയ കടങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനെ വലിയൊരു കടക്കെണിയിലേക്കാണ് തള്ളിവിടുന്നത്. കടങ്ങൾ തിരിച്ചടയ്ക്കാൻ വീണ്ടും കടമെടുക്കുന്ന ഈ രീതി പാകിസ്ഥാന് എത്ര നാൾ തുടരാനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ചരിത്രപരമായ ആണവ കരാറിൽ അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെച്ചു. 123 എഗ്രിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന US സൗദി കരാർ സൗദിയുടെ സമാധാനപരമായ ആണവോർജ പദ്ധതിക്കായുള്ള സഹകരണത്തിന് ചട്ടക്കൂടൊരുക്കുകയാണ് ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ അമേരിക്ക യുദ്ധം നടത്തുന്ന പശ്ചാത്തലത്തിൽ സൗദിയുമായി കരാറിലെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കരാറിന് അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധനകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ പൂർണ്ണമായി നടപ്പാക്കണമെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന എബ്രഹാം കരാറിൽ സൗദി അറേബ്യ പങ്കുചേരണമെന്നാണ്
ട്രംപിൻ്റെ നിബന്ധന. സൗദി അറേബ്യയെ സമ്മർദ്ദത്തിലാക്കിയ ട്രംപിൻ്റെ ലക്ഷ്യം ഇസ്രായേലോ അതോ ആണവ കരാറോ? അതിനെക്കുറിച്ചറിയാം അടുത്ത വാർത്തയിലൂടെ. സൗദി അറേബ്യയുമായുള്ള 30 വർഷത്തെ സിവിലിയൻ ആണവ സഹകരണ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതോടെ പശ്ചിമേഷ്യൻ ഭൗമ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണ് ലോകം. 123 അഗ്രിമെന്റ് എന്നാണ് US സൗദി കരാർ അറിയപ്പെടുന്നത്. സൗദിയുടെ സമാധാനപരമായ ആണവോർജ്ജ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ചട്ടക്കൂടൊരുക്കുന്നതാണ് നിർദ്ദിഷ്ട കരാർ. സംയുക്ത US സൗദി സാധ്യതാ പഠനം ഉൾപ്പെടെ ചില നിബന്ധനകൾക്ക് വിധേയമായി സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന വ്യവസ്ഥയും കരാറിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ കമ്പനികൾക്ക് പ്രധാന പങ്കാളിത്തമുണ്ടാക്കുന്നതാണ് കരാറിലൂടെ പ്രധാനമായും അമേരിക്ക ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഇറാന്റെ ആണവായുധ മോഹത്തിന് തടയിടാൻ ലക്ഷ്യമിട്ട് യുദ്ധം ശക്തമാകുന്നതിനിടെ അവരുടെ ബദ്ധവൈരിയായ സൗദി അറേബ്യയുമായി അമേരിക്ക കരാറുണ്ടാക്കിയതിനു പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. എന്നാൽ കരാർ ഇറാനുള്ള ശക്തമായ താക്കീതാണെന്ന് അറ്റ്ലാന്റിക് കൗൺസിൽ പറയുന്നു. ആണവോർജ്ജ മേഖലയിൽ അമേരിക്കയുമായി ചരിത്രപരമായ സഹകരണത്തിനാണ് സൗദി അറേബ്യ കൈകൊടുത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ ആണവ കരാറിൽ ഒപ്പുവെച്ചതിനെ ലോകം അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ വിജ്ഞാനവും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൈമാറാൻ കരാർ ലക്ഷ്യമിടുന്നു. അന്താരാഷ്ട്ര ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളും ആണവായുധ വ്യാപന വിരുദ്ധ നിബന്ധനകളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുക. ഊർജ്ജ സ്രോതസ്സുകളിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ഊർജ്ജമേഖലയിൽ പുതിയ നിക്ഷേപ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് വഴി തുറക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപ്രധാന ബന്ധത്തെയും ഭാവി സാങ്കേതിക വിദ്യകളിലെ സഹകരണത്തെയും കൂടുതൽ കരുത്തുറ്റതാക്കുന്നതാണ് കരാറെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ സമ്പുഷ്ടീകരണം പാടില്ലാത്ത ഈ സിവിൽ ആണവ കരാർ സൈനികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കരാറിലൂടെ സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ഭാവിയിൽ ആണവായുധം നേടാനും വഴിയൊരുക്കുമെന്ന് കരാർ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു. 123 അഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന കരാർ ഏതാനും ദിവസങ്ങൾക്കകം അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 1954 അമേരിക്കൻ അറ്റോമിക് എനർജി ആക്ടിലെ സെഷൻ 123 പ്രകാരമാണ് ഈ കരാർ രൂപീകരിച്ചിരിക്കുന്നത്. അമേരിക്കയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള സിവിലിയൻ ആണവ സഹകരണത്തിനുള്ള നിയമപരമായ ചട്ടക്കൂടാണിത്. കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ്. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള അമേരിക്കൻ സാങ്കേതിക വിദ്യ സൗദിക്ക് നൽകുന്നതിനുള്ള കരാറുണ്ടാക്കാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ശ്രമിച്ചിരുന്നു. അതേസമയം സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കുന്നത് ഭാവിയിൽ അവർ ആണവായുധമുണ്ടാക്കാൻ ഇടയാകുമെന്ന ആശങ്ക ആണവ നിരായുധീകരണ രംഗത്തെ വിദഗ്ധർ ഉന്നയിച്ചതോടെ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു ജോ ബൈഡൻ. ഇറാൻ ആണവായുധം നേടിയാൽ സൗദിയും അതേ വഴിയിലേക്ക് തിരിയുമെന്ന് സൗദി കിരീടാവകാശി മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ സൗദിയും പാകിസ്ഥാനും ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചിരുന്നു. ആവശ്യമെങ്കിൽ തങ്ങളുടെ ആണവ പദ്ധതി സൗദിക്ക് ലഭ്യമാക്കുമെന്നും അന്ന് പാകിസ്ഥാൻ പറയുകയുണ്ടായി. അമേരിക്കയുമായി സമാധാന കരാർ UAE ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ അവർ ആണവ സമ്പുഷ്ടീകരണത്തിന് അവകാശം നേടിയിരുന്നില്ല. പശ്ചിമേഷ്യയിലെ ഏക ആണവശക്തി ഇസ്രായേലാണെന്നാണ് നിഗമനം. കരാറിലൂടെ ഡൊണാൾഡ് ട്രംപ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നിരവധി ലക്ഷ്യങ്ങളാണ്. ആണവ പദ്ധതികളിൽ US കമ്പനികളുടെ പങ്കാളിത്തത്തോടൊപ്പം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നതും ട്രംപിന് പരമപ്രധാനമാണ്. ഇറാൻ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയെക്കൊണ്ട് ഇസ്രായേലിനെ അംഗീകരിപ്പിക്കുന്നത് നിർണായക നേട്ടമായി ട്രംപ് കാണുന്നു. അതുകൊണ്ടാണ് അമേരിക്കയുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ സൗദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധന ഡൊണാൾഡ് ട്രംപ് വെച്ചത്. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൗദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇസ്രായേലുമായി ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾ നയതന്ത്ര ബന്ധം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപിന്റെ കാർമ്മികത്വത്തിൽ ആരംഭിച്ചതാണ് അബ്രഹാം കരാർ.
ഈ കരാറിൽ സൗദി അറേബ്യ ഒപ്പുവച്ചാൽ മാത്രമേ ആണവ സഹകരണവുമായി മുൻപോട്ട് പോവുകയുള്ളൂ എന്ന നിർദ്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ദി ട്രൂത്തിൽ വ്യക്തമാക്കിയത്. ട്രംപിന്റെ നിർദ്ദേശം സൗദി അറേബ്യ അംഗീകരിച്ചാൽ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കുന്നതിൽ സൗദി അറേബ്യയുടെ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയും പ്രശ്നത്തിന് വ്യക്തമായ രാഷ്ട്രീയ പരിഹാരമുണ്ടാകുകയും ചെയ്ത ശേഷമേ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കൂ എന്ന് നിരവധി തവണ സൗദി വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. 2020 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച അബ്രഹാം ഉടമ്പടി പ്രകാരം UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കരാർ പ്രഖ്യാപിക്കപ്പെട്ടത്. സൗദി അറേബ്യയും ഈ ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് നേരത്തെ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ അബ്രഹാം കരാറിന്റെ ഭാഗമാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും US സൗദി ആണവ കരാറിന്റെ ഭാവി. ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.